നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ബാറുടമകളൊക്കെ ചേർന്ന് ഒരു 2.5 ലക്ഷം രൂപ വീതം പിരിവെടുക്കുക, ഈ തുക പാർട്ടിക്ക് കൈമാറണം എന്ന അനിമോന്റെ ശബ്ദ സന്ദേശം അതാണിപ്പോൾ കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. 25 കോടി രൂപയുടെ അഴിമതിക്കൊള്ളയെന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. മോഹൻലാലിനെ പോലെ മീശ പിരിച്ച് നടക്കുന്ന തൊടുപുഴക്കാരൻ നീരാളി അനിമോൻ അങ്ങനെ വീണ്ടും ഞെട്ടിക്കുന്നത് ബാറുടമകളെ മാത്രമല്ല, കേരളത്തെ ആകെയാണ്. മുമ്പൊരിക്കൽ KM മാണിയുടെ വീട്ടിൽ പണമെണ്ണുന്ന മെഷീനുണ്ട് എന്ന് ബാറുടമകളുടെ ഒരു സൽക്കാരവേളയിൽ വിളിച്ചു പറഞ്ഞിരുന്നു അനിമോൻ. അന്ന് അനിമോന്റെ ഈ സംഭാഷണം റെക്കോർഡ് ചെയ്ത് ബിജു രമേശ് കേരളക്കരയെ കേൾപ്പിച്ചിരുന്നു. വീണ്ടും അടുത്ത തള്ളിൽ വീണുലയുന്നത് ബാറുടമകൾ തന്നെ. തൊടുപുഴക്കാർ പറയും തള്ള് അത് അനിമോനെ കഴിഞ്ഞേ ആർക്കും നടക്കൂ. തൊടുപുഴക്കാർക്ക് സുപരിചിതരായ അനിമോന്റെ സ്വഭാവ സവിശേഷതകൾ ഏറെ വ്യത്യസ്തമാണ്. രാവിലെ 1:45 മണിക്ക് മീൻചന്തയിലെത്തും. നീരാളി എന്ന പച്ച മത്സ്യ ഹോൾസെയിൽ വിൽപ്പനയാണ് അനിമോന്റെ ഏറ്റവും മുഖ്യ വരുമാന മാർഗം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ബാറുകളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് ഈ അനിമോന്റെ നേതൃത്വത്തിൽ. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ക്യാഷ്യറായിരുന്നു അനിമോന്റെ പിതാവ്. അമ്മാവന്മാരൊക്കെ പണ്ട് ബിസിനസ്സുകാർ. അമ്മാവന്മാർക്ക് അത്യാവശ്യം ബാർ കച്ചവടമൊക്കെയുണ്ട്. അങ്ങനെയാണ് അനിമോൻ ബാർ കച്ചവടത്തിലേക്ക് വരുന്നത്. ചാരായ നിരോധനത്തിന് ശേഷം അനിമോന്റെ കയ്യിൽ അമ്മാവന്റെ ഒരു ബാർ വന്നു, തൊടുപുഴയിലെ വൈശാലി. അവിടെ നിന്നായിരുന്നു അനിമോന്റെ തുടക്കം. ധാരാളം പങ്കാളികളെ കൂട്ടി നിരവധി ബാറുകൾ പിന്നീട് ലീസിനും അല്ലാതെയുമൊക്കെയായി അനിമോൻ സ്വന്തമാക്കി. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബാറുടമയായി മാറുകയായിരുന്നു അനിമോന്റെ ലക്ഷ്യം. അതിൽ ഏറെക്കുറെ വിജയം കണ്ടു. ഇടക്കാലത്ത് അനിമോൻ തന്റെ കളമൊന്ന് മാറ്റിച്ചവിട്ടി. മലേഷ്യയിലും പിന്നെ UAE-യിലുമൊക്കെ ചില പരീക്ഷണങ്ങൾ നടത്തി. UAE-യിലെ പരീക്ഷണങ്ങൾ അത്ര വിജയകരമായിരുന്നില്ല. തൊടുപുഴയിലെ മത്സ്യവിൽപ്പനയുടെ ഹോൾസെയിൽ രാജാവ് തന്നെയാണ് നീരാളി അനിമോൻ. രാവിലെ 1:45 മണിക്ക് അങ്ങനെ മത്സ്യചന്തയിലെത്തും. അവിടെ നീണ്ടു നിവർന്ന് മീശയൊക്കെ തടവി ഒരൊറ്റ നിൽപ്പുണ്ട്. നഗരത്തിലെ ഗുണ്ടകളൊക്കെ അനിമോന്റെ ചൊൽപ്പിടിയിൽ. അതുകൊണ്ട് തന്നെ ഈ ബാറുടമയ്ക്ക് തൊടുപുഴയിൽ മാത്രമല്ല കേരളത്തിൽ നിരവധി പ്രദേശങ്ങളിൽ അത്യാവശ്യം ഹോൾഡുണ്ട്. മോഹൻലാലിനെ പോലെ മീശ തടവി നിൽക്കുകയാണ് അനിമോന്റെ ഒരു ശൈലി. ആരെങ്കിലും അനിമോന്റെ അടുക്കൽ ചെന്ന് മോഹൻലാലിന്റെ ലുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആളാകെ ഉൾക്കുളിരം കൊണ്ട് അങ്ങ് നനയും. പിന്നീട് ഈ ആളെയും കൂട്ടി ഒന്ന് സൽക്കരിക്കുക അനിമോന്റെ ഒരു ദൗർബല്യമാണ്. മോഹൻലാലിനോടുള്ള ഇഷ്ടം കൂടിയാണ് ഒടിയൻ എന്ന സിനിമയ്ക്ക് അനിമോൻ പണം മുടക്കുന്നത്. മോഹൻലാലിനെ കൂട്ടി അങ്ങ് വരിക്കാശ്ശേരി മനയിലെത്തി മനയ്ക്ക് വില പറഞ്ഞു. മനയുടെ 10% ഓഹരി ഇപ്പോഴും അനിമോന്റെ കൈവശം ഭദ്രം. തൊടുപുഴക്കാരുടെ നീരാളി അനിമോൻ അങ്ങനെ മോഹൻലാൽ ശൈലിയിൽ തൊടുപുഴയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിഹരിക്കുന്നു. പലപ്പോഴും തള്ള് അത് കൂടെ നിൽക്കുന്നവർക്കൊക്കെ മുതുപാരയാകാറുണ്ട് അനിമോന്റെ വക. മുമ്പൊരിക്കൽ ബാറുടമകളുടെ ഒരു മദ്യസൽക്കാര വേളയിലാണ് അനിമോൻ ഒരു തള്ളു തള്ളിയത്. KM മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണൽ മെഷീനുണ്ട് എന്നൊരു കാച്ച്. ഈ സംഭാഷണം ബിജു രമേശ് പകർത്തുകയും പിന്നീട് ചാനലുകളിലൂടെ പുറത്തുവിടുകയും ചെയ്തു. അക്കാലത്ത് ഏറെ ഹിറ്റായ ഒന്നായിരുന്നു അനിമോന്റെ ഈ തള്ള്. പിന്നീട് താൻ വെറുതെ തള്ളിയതാണ് എന്നൊക്കെ അനിമോൻ വിശദീകരിച്ചിരുന്നു. അതേ അനിമോൻ തന്നെയാണ് ഇപ്പോൾ ബാറുടമകളുടെ നെഞ്ചിൽ തീകോരിയിട്ടിരിക്കുന്നത്. കേരളത്തിൽ നടന്ന 25 കോടി രൂപയുടെ കൊള്ളയാണ് ഇപ്പോൾ ബാർ കുംഭകോണമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാറുടമകൾ കോഴ നൽകണമെന്ന ശബ്ദ സന്ദേശമാണ് കേരളത്തിൽ ഇപ്പോൾ വൈറലാകുന്നത്. ഓരോ ബാറുടമയും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന് ഇടുക്കി ജില്ലയിലെ ബാറുടമകൾക്ക് കൈമാറിയ ശബ്ദ സന്ദേശത്തിലാണ് അനിമോൻ വ്യക്തമാക്കുന്നത്. ബാറുടമകളുടെ സംഘടനാ പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരമൊരു ശബ്ദ സന്ദേശമെന്നും അനിമോൻ വിശദീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പുതിയ മദ്യനയം വരും. അതിൽ 1-ാം തീയതിയിലെ ട്രൈഡേ എടുത്തു കളയും. മറ്റിളവുകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായ കാര്യങ്ങൾ കൊടുക്കണം. ഇടുക്കിയിലെ ഒരു ഹോട്ടൽ ഉടമ 2.5 ലക്ഷം കൊടുത്തതല്ലാതെ മറ്റാരും തുക കൈമാറിയില്ല എന്നും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. സഹകരിച്ചില്ലെങ്കിൽ വലിയ നാശത്തിലാകും കാര്യങ്ങൾ അവസാനിക്കുക എന്നും അനിമോൻ പറഞ്ഞു. ഈ പണമത്രയും കളക്ട് ചെയ്ത് ഇടതുപക്ഷത്തിനും LDF-നുമൊക്കെ കൈമാറുകയായിരുന്നു അനിമോന്റെ ലക്ഷ്യം. UDF ഭരണകാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിയെ ഏറെ വലച്ച അനിമോന്റെ ശബ്ദരേഖ ഇന്നിപ്പോൾ അനിമോൻ വെട്ടിലായിരിക്കുന്നത് മറ്റൊരു ശബ്ദരേഖയുടെ പേരിൽ. തൊടുപുഴക്കാരുടെ സിംഹമെന്നാണ് അനിമോൻ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ ഒരു പ്രത്യേക ഭാവം തനിക്കുണ്ട് എന്ന് അനിമോൻ കണക്കുകൂട്ടുന്നു. കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അനിമോൻ. ഇടുക്കി ജില്ലയിലെ പ്രധാനിയും. തൊടുപുഴയ്ക്ക് പുറത്തും നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട് ഈ അനിമോന്.
ഒറ്റപ്പാലം അരമന ഹോട്ടലും നീരാളി ഫിഷ് തൊടുപുഴയുമൊക്കെ അനുമോന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. പെരുമ്പാവൂരിലെ വിൽസ് പാർക്കിലും പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലെ ഫാൻ ഷോറിലുമൊക്കെ ഇയാൾക്ക് പങ്കാളിത്തമുണ്ട്. കേരളത്തിലുടനീളം വിവിധ ഹോട്ടലുകളിൽ പങ്കാളിയാണ് അനിമോൻ. തൊടുപുഴയിൽ പെട്രോൾ പമ്പ് അടക്കം നിരവധി കെട്ടിടങ്ങളുണ്ട് അനിമോന്. നല്ല സ്വർണ്ണ തുടൽമാലയൊക്കെ പുറത്തു കാട്ടി ഷർട്ടിന്റെ ബട്ടണുകളൊക്കെ തുറന്നിട്ട് അനിമോന്റെ ഒരു പ്രത്യേക ഭാവത്തിലുള്ള നിൽപ്പ്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം വച്ച് ചിലർ കുറിക്കുന്നു, ഇത് തൊടുപുഴക്കാരുടെ സിംഹം. പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല, 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കൂ എന്നതാണ് അനിമോന്റെ ശബ്ദ സന്ദേശം. സംസ്ഥാനത്ത് ട്രൈഡേ എടുത്തു കളയുന്നതിനുള്ള തീരുമാനം ഏറെക്കുറെ സജീവമായി സർക്കാർ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ അനിമോന്റെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ഇത് ഇടതുപക്ഷത്തെയും സർക്കാരിനെയും ഒക്കെ വെട്ടിലാക്കിയിരിക്കുന്നത് വല്ലാത്ത തലത്തിൽ. ഈ ശബ്ദരേഖ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് പറയുന്നത്. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും തുടങ്ങിവെച്ചിട്ടില്ല. എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് MP രാജേഷ് വ്യക്തമാക്കി. ബാർ ഉടമകളുമായി എന്നല്ല, എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് ആരുമായും ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരല്ല ഈ സർക്കാർ എന്ന് MP രാജേഷ്. നിയമസഭ തുടങ്ങുകയല്ലേ, പ്രതിപക്ഷത്തെ അവിടെ വെച്ച് കാണാമെന്നാണ് MP രാജേഷ് പറഞ്ഞു വെക്കുന്നത്. ഇതിനിടയിൽ MP രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരത്തിനൊരുങ്ങുന്നു. 25 കോടി രൂപയുടെ അഴിമതിക്കൊള്ളയാണ് കേരളത്തിൽ നടന്നത് എന്ന ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നീക്കം. 2.5 ലക്ഷം രൂപ വീതം തങ്ങൾ പിരിക്കുന്നുണ്ട് എന്നും അത് ബിൽഡിംഗ് ഫണ്ടിന്റെ പേരിലാണ് എന്നും സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ വ്യക്തമാക്കുന്നു. മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിനായി കോഴയായി നൽകുന്ന പണമാണിത് എന്ന അനിമോന്റെ വാദങ്ങളെ തള്ളിയാണ് പ്രസിഡന്റ് സുനിൽകുമാർ കളത്തിലിറങ്ങിയത്. അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ ഇന്നലെ തീരുമാനിച്ചുവെന്നും സുനിൽകുമാർ വെളിപ്പെടുത്തി. ബാറുടമകളിൽ നിന്നും വായ്പയായാണ് ബിൽഡിംഗ് ഫണ്ടിനു വേണ്ടി പണം വാങ്ങുന്നതെന്ന വാദമാണ് സുനിൽകുമാർ ഉയർത്തുന്നത്. ബാറുടമകളുടെ പേരിൽ 25 കോടി രൂപയുടെ വൻ അഴിമതിയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ വ്യക്തമാക്കി. MP രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഇപ്പോൾ K സുധാകരൻ അതിശക്തമായ ആരോപണങ്ങളാണ് തൊടുത്തുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയൊരു തുക സമാഹരിച്ചതായി കേൾക്കുന്നു. കുടിശ്ശികയാണ് ഇപ്പോൾ പിരിക്കുന്നത്. IT പാർക്കുകളിൽ മദ്യം വിൽക്കുക, ബാർ സമയപരിധി കൂട്ടുക, ട്രൈഡേ പിൻവലിക്കുക തുടങ്ങി ബാർ ഉടമകൾക്ക് ശതകോടികൾ ലാഭം കിട്ടുന്ന നടപടികൾക്കാണ് ഇപ്പോൾ സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത് എന്നും K സുധാകരൻ പറയുന്നു. ബാറുകൾ തുറക്കാൻ ധനമന്ത്രിയായിരുന്ന KM മാണി 1 കോടി രൂപ കോഴ വാങ്ങി എന്ന ബാർ ഉടമകളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മാണിക്കെതിരെ ഇടതുപക്ഷത്തിന്റെ വലിയ പ്രക്ഷോഭം അരങ്ങേറിയത്. കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇപ്പോൾ തിരിച്ചടികളുടെ സമയമാണ്. അന്ന് 1 കോടി രൂപയുടെ ഇടപാടായിരുന്നു ആരോപണം ഉയർത്തിയതെങ്കിൽ ഇപ്പോൾ 25 കോടി രൂപയുടെ അഴിമതിക്കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന് K സുധാകരൻ തുറന്നടിക്കുന്നു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ തിരുവനന്തപുരത്ത് ഒരു മന്ദിരം വാങ്ങാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് പ്രസിഡന്റ് സുനിൽകുമാർ പറയുന്നത്. എന്നാൽ അതിനെ ചിലർ എതിർത്തു. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്നവരായിരുന്നു എതിർപ്പിന് പിന്നിൽ. ഇതിനു പിന്നിൽ മുഖ്യമായി പ്രവർത്തിച്ചത് അനിമോന്റെ നേതൃത്വത്തിൽ. കെട്ടിടം വാങ്ങാനുള്ള ചിലവിനായി ലോൺ അടക്കം ശ്രമിച്ചിരുന്നു. എന്നാൽ ഇടുക്കി ചുമതലയുള്ള അനിമോൻ ഇതിനെ നഖശികാന്തം എതിർത്തുവെന്നാണ് ഫെഡറേഷൻ പ്രസിഡന്റിന്റെ വാദം. ഒടുവിൽ അനിമോനെ ഇന്നലത്തെ യോഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. തീരുമാനം ഇന്നലത്തെ ചർച്ചയിൽ അറിയിച്ചപ്പോൾ അനിമോൻ ഇറങ്ങിപ്പോയി. വേറെ സംഘടനയുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അനിമോൻ എന്നും സുനിൽകുമാർ പറയുന്നു. സസ്പെൻഡ് ചെയ്ത മാനസികാവസ്ഥയിൽ അയാൾക്ക് എന്തും പറയാമല്ലോ എന്നതാണ് സുനിൽകുമാറിന്റെ വാദം. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്ന് കൃത്യമായി അനിമോൻ തന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ട്രൈഡേ ഒഴിവാക്കാനും ബാറുകളുടെ സമയം കൂട്ടൽ അടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയം രൂപീകരിക്കാനാണ് ഈ തുക കൈമാറുകയെന്നും അനിമോൻ തന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ചുരുക്കത്തിൽ CPMനെ വെട്ടിലാക്കുന്ന വലിയൊരു അഴിമതി ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു. യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്ന് അനിമോൻ തന്റെ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണ് അനിമോൻ തന്റെ ശബ്ദ സന്ദേശം പങ്കുവച്ചത്. പിന്നീട് ഈ സന്ദേശം ഡിലീറ്റ് ചെയ്തുവെങ്കിലും ചിലർ അത് സ്വന്തമാക്കി പ്രചരിപ്പിച്ചു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ബാർ ഉടമകൾ. അനിമോന്റെ ശബ്ദ സന്ദേശം ചെന്നു തറയ്ക്കുന്നത് ബാറുടമകളുടെ നെഞ്ചിൽ മാത്രമല്ല, ഇപ്പോൾ പുതിയ മദ്യ പോളിസി ഒരുക്കുന്ന സർക്കാരിന്റെ ശ്രമങ്ങൾക്കു കൂടിയാണ്. ഇനി കടുത്ത ആരോപണങ്ങൾ ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം.
എന്നാൽ പിരിച്ചെടുത്ത ചില കോടികൾ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് കൈമാറി എന്ന് ബാർ ഉടമകൾ രഹസ്യം പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.